മാ മിൻ യൗമിൻ ഇല്ലാ അഖറജ ഇലാ അഹ്ലി ദുനിയാ ഫയുനാദി യബ്ന ആദം. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഈ ദുനിയാവിന്റെ അഹ്ലുകാരിലേക്ക് ദിവസം വന്നുകൊണ്ട് വിളിച്ചു പറയുമത്രേ, ആദമിന്റെ സന്തതിയെ, ആദമിന്റെ പൊന്നുമോനെ, ഇഗ്തനിമനി, നീ എന്നെ ശരിക്കൊന്ന് മുതലാക്കണേ. നീ ഈ ദിവസത്തെ വെറുതെ കളഞ്ഞു കുളിക്കല്ലേ, അനാവശ്യമാകുന്ന സംസാരങ്ങൾ നടത്തിക്കൊണ്ട് ഈ ദിവസത്തെ നീ ഹനിച്ചു കളയല്ലേ. നമസ്കരിക്കാതെ പോകരുതേ, നോമ്പ് നോൽക്കാതെ പോകരുതേ, പാവങ്ങളുടെ കണ്ണീരപ്പാതെ പോകരുതേ, നിരാലംബര കവലംബമാകാതെ പോകരുതേ. സുഹൃതങ്ങൾ ധാരാളം അനുഷ്ഠിച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ ധന്യമാക്കണേ. യഗ്തനിമനി ഫലഅല്ലഹു ലാ ലൈല ലാ യൗമ ലക ബഅദി. കാരണം ഇതിന് ശേഷം ഈ പകല് നിനക്ക് ഇല്ലാതായേക്കാം. ഇനി ഒരിക്കലും ഈ ദിവസം മടങ്ങി വരുകയില്ല, ഇനി ഒരിക്കലും ഈ പകല് നിന്നിലേക്ക് മടങ്ങി വരുകയില്ല. അതുകൊണ്ട് ഈ പകലിനെ നീ ശരിക്ക് ഇബാദത്തെടുക്കണേ എന്ന് ഓരോ പ്രഭാതവും വന്നുകൊണ്ട് ഓരോ മനുഷ്യരുടെ അടുക്കലും വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വലാ ലൈലത്തുൻ തുനാദി യബ്ന ആദം. എല്ലാ രാത്രിയും ഓരോ രാത്രികളും വന്നുകൊണ്ട് മനുഷ്യരുടെ അടുക്കൽ വിളിച്ചു പറയുകയാണ്. ഇന്നത്തെ മഗ്രിബ് അസ്തമയം വന്നപ്പോൾ, സൂര്യൻ അസ്തമിച്ചപ്പോൾ, സൂര്യന് പടിഞ്ഞാറിലേക്ക് വന്നുകൊണ്ട് അസ്തമയം തൂകിയപ്പോ, ഈ അസ്തമയത്തിൻ്റെതാകുന്ന സന്ദർഭത്തിലും ലോകത്തോട് രാത്രി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അല്ലയോ ജനങ്ങളെ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, യഗ്തനിമനി, നീ എന്നെ ശരിക്ക് മുതലാക്കണേ. നീ ഈ രാത്രിയെ ശരിക്ക് ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. മുൻഗാമികളാകുന്ന ആളുകൾ ഇബാദത്തെടുത്തത് രാത്രിയിലാണ്. എത്ര ഔലിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര അമ്പിയാക്കൾ കഴിഞ്ഞുപോയി, എത്ര മഹാന്മാര് കഴിഞ്ഞുപോയി, എത്ര മഹിളകൾ കഴിഞ്ഞുപോയി. അവരെല്ലാവരും രാത്രിയിൽ ഉറക്കം ഒഴിച്ചുകൊണ്ട് ഇബാദത്തെടുത്തവരാണ്. ആദം. അതുകൊണ്ട് രാത്രികൾ വന്നുകൊണ്ട് മനുഷ്യന്റെ മുന്നിൽ വന്നുകൊണ്ട് പറയുകയാണ്, അല്ലയോ ആദമിന്റെ സന്തതികളെ, അല്ലയോ പെങ്ങളെ, സഹോദരാ സഹോദരി, യഗ്തനിമനി, എന്നെയൊന്ന് ശരിക്കൊന്ന് അമൽ ചെയ്യാൻ നിങ്ങൾ മുതലാക്കണേ. ഈ രാത്രിയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണേ. ഖുർആൻ ഓതുന്ന വീടാക്കണേ, ദിക്ർ ചെല്ലുന്ന വീടാക്കണേ, സ്വലാത്ത് അധികരിപ്പിക്കുന്ന വീടാക്കണേ, ഇശാ മഗ്രിബിനിടയിൽ യാസീൻ ഓതുന്ന വീടാക്കണേ, സൂറത്തുൽ വാഖിയ പാരായണം ചെയ്യുന്ന വീടാക്കണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന വീടാക്കണേ. ഹറാമാകുന്ന തലത്തിലേക്ക് കണ്ണുകൊണ്ടു പോകരുതേ, ഒരു സീരിയൽ ദർശിക്കുന്ന തലത്തിലേക്ക് പോകരുതേ. ഫലഅല്ലഹു ലാ ലൈലത ലക ബഅദി. ഒരുപക്ഷേ ഈ രാത്രി കഴിഞ്ഞതിന് ശേഷം നിനക്ക് മറ്റൊരു രാത്രി കിട്ടാതെ വന്നു പോയേക്കാം. അടുത്ത രാത്രിക്ക് ശേഷം, അടുത്ത രാത്രിക്ക് മുമ്പായിട്ട് നീ മരണപ്പെട്ടേക്കാം. ഈ രാത്രി ഒരിക്കലും നിനക്ക് തിരിച്ചു വരാതായേക്കാം. ഇന്നത്തെ രാത്രിയും ഇന്നത്തേതാകുന്ന പകലുകളും ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് വരികയില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്കുണ്ടാവണേ. അതുകൊണ്ട് യഗ്തനിമനി, നീ ഇബാദത്തെടുക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വരണേ എന്ന് ഓരോ ദിവസവും നിന്നോട് പറയുന്നുണ്ടെന്ന്, ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ആദരവായ പ്രവാചകൻ വീണ്ടും പറയുകയാണ്, ദിവസങ്ങൾ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോളെ, ഇന്നി യൗമുൻ ജദീദ്. ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും നിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, ഞാനൊരു പുതിയ ദിവസമാണ് നിനക്കിതാ അല്ലാഹു നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസത്തെ നീ മുതലാക്കണം, നീ അമൽ ചെയ്യണം, നീ നിസ്കരിക്കണം, നീ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യണം. ഈ ദിവസത്തിൽ ഏതെല്ലാം സുകൃതങ്ങൾ ചെയ്തുകൊണ്ട്
നന്മകൾ ചെയ്തുകൊണ്ട് പടച്ചിറപ്പിലേക്ക് അടുക്കാൻ സാധിക്കുമോ ആ സുഹൃതങ്ങളെല്ലാം അനുഷ്ഠിച്ചുകൊണ്ട് നീ നിലകൊള്ളണേ. ഓരോ ദിവസവും നിന്റെ അടുക്കൽ പറയുന്നുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. എല്ലാ ദിവസങ്ങളും എന്ന് പറയുന്നുണ്ട്, നീ എന്നെ മുതലാക്കിക്കോ. ഓരോ പകലും പറയും, ഓരോ രാത്രിയും പറയും. ഇനി നിന്നിലേക്ക് മടക്കമില്ല, ഇനി മടങ്ങുന്നില്ല. അതുകൊണ്ട് ഈ പകല് ശരിക്കും നീ ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ നീ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. എല്ലാ രാത്രിയും ഒന്നുകൊണ്ട് പറയുന്നു, നീ ഈ രാത്രി ഇബാദത്തെടുക്ക്, ഇല്ലെങ്കിൽ പ്രയാസമാകും. ഇതൊക്കെ കേട്ടിട്ടും നമ്മളിങ്ങനെ പുറംതിരിഞ്ഞ് നിൽക്കാൻ എല്ലാ പ്രഭാതവും പ്രദോഷവും നമ്മുടെ അടുക്കൽ വന്നുകൊണ്ട് പറയുന്നുണ്ട്, മുതലാക്കണേ, അമൽ ചെയ്യണേ എന്ന് പറയുന്നു. നമ്മളെപ്പോഴും പുറം തിരിഞ്ഞു നിൽക്കുകയാണ്. സുബഹി നിസ്കരിക്കുന്നില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും ജമാഅത്ത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. എന്താ ഈ സഹോദരങ്ങളെ നമ്മുടെ അവസ്ഥ? മുസ്ലിം സഹോദരങ്ങളുടെ അവസ്ഥ എന്താണ്? എവിടേക്ക് പോയി? കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ നമസ്കാരം ജുമുഅകൾ വീട്ടിൽ നമസ്കരിച്ചാൽ മതി എന്ന് നിങ്ങൾക്ക് ഫത്വ നൽകിയപ്പോ, ഇന്നത്തെ സാഹചര്യത്തിലും കോവിഡ് കഴിഞ്ഞതിന് ശേഷവും എത്രയോ മുസ്ലിം സഹോദരങ്ങൾ വീട്ടിൽ തന്നെ നമസ്കാരം അതേപോലെ നിലനിർത്തി പോരുന്നവരുണ്ട്. ജുമുഅ ശ്രദ്ധിക്കുന്നില്ല, പള്ളിയിലേക്ക് വരുന്നില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സാധാ ഇപ്പൊ കൊരങ്ങുപനി ഉണ്ടല്ലോ എന്നാ പറയുന്നത്. കൊരങ്ങുപനി പറയുന്നുണ്ട്, അവസാനം കൊരങ്ങാകാതിരുന്നാൽ മതി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്തെങ്കിലും കാരണമുണ്ട്, എപ്പോഴും അത് തന്നെ. ക്വാറന്റൈനിലാണ് ഉസ്താദെ എന്നാ പറയുന്നത്. ക്വാറന്റൈൻ കഴിഞ്ഞിട്ടില്ല, വർഷം 2 കഴിഞ്ഞിട്ട് ഇവന്റെ ക്വാറന്റൈൻ തീർന്നിട്ടില്ല. പള്ളിയിലേക്ക് കാണുന്നില്ല, ജമാഅത്തിനില്ല, ജുമുഅക്കില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ തറക സലാസ ജുമഇൻ, ആരെങ്കിലും 3 ജുമുഅ ഒഴിവാക്കിയാൽ ബിഗൈരി ഉദ്രിൻ, അകാരണമായിട്ടാണ് ജുമുഅ ഒഴിവാക്കിയത് എങ്കിൽ തബഅല്ലാഹു ഫീ ഖൽബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിലേക്ക് കുഫ്രിയത്തിന്റെ അവിശ്വാസത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ, നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. എത്രയെത്ര ചെറുപ്പക്കാര് ഈ വിഭാഗത്തിൽ പെട്ടുപോയവരുണ്ട്, എത്രയോ കച്ചവടക്കാരുണ്ട്, എത്രയോ മുസ്ലിം സഹോദരങ്ങളുണ്ട്. പള്ളി തൊട്ടടുത്തുണ്ടായിട്ട് പോലും ജുമുഅക്ക് പോലും വരാത്ത ആളുകളില്ലേ. മൻ തറക സലാസ ജുമുഅൻ ബിഗൈരി ഉദ്രിൻ തബഅല്ലാഹു ഫീ ഖൽബിഹി. യാതൊരുവിധ കാരണവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ജുമുഅ ഒഴിവാക്കുന്നവരെ പഠിച്ചു വെക്കണേ ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ രക്ഷിതാക്കളെ. പെങ്ങളെ, നിന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭർത്താവിന്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയെ, മക്കളെ നീ പള്ളിയിലേക്ക് പറഞ്ഞു വിടണേ. 3 ജുമുഅ അകാരണമായി ഒഴിവാക്കിയാൽ കുഫ്രിയത്തിന്റെ സീല് പതിക്കുമേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല. നിസ്കാരം ചിട്ട വെക്കണം. നമ്മൾ പിറകോട്ട് പോയില്ലേ? ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കി, എത്ര പേര് സുബഹിക്ക് നമ്മുടെ ജമാഅത്തിൽ പള്ളിയിലുണ്ടായിരുന്നു? ളുഹറിനുണ്ടായിരുന്നു, അസറിനുണ്ടായിരുന്നു, മഗ്രിബിനുണ്ടായിരുന്നു, ഇശാഇനുണ്ടായിരുന്നു. ചിന്തിക്കുന്നു, ഇന്നത്തെ ഒരു ദിവസം. ഒരു കാര്യമില്ല. വീട്ടിൽ തന്നെ ഇരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു കാര്യമില്ല. ടൗണിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ആളുകളുണ്ട്, ജമാഅത്ത് ശ്രദ്ധിക്കുന്നില്ല. മുഅ്മിനായ മനുഷ്യനും കാഫിറിനും ഇടയിലുള്ളതാകുന്ന വ്യത്യാസം നിസ്കാരമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി, വേറെ ഒരു വ്യത്യാസവും ഇല്ല. ഇവർക്ക് 2 പേർക്കും ഇടയിലുള്ള ഐഡന്റിറ്റി അത് നിസ്കാരമാണ്. നിസ്കരിക്കുന്നവൻ മുഅ്മിൻ, അല്ലാത്തവൻ അവിശ്വാസിയാണ്, മുനാഫിക്കാണ്. അവിടെ വിശ്വാസിയാണ്, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. ജുമുഅ ജമാഅത്തുകൾക്ക് പിന്തുന്നവരെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു. സ്വഹാബത്ത് പറയാണ്, മഅലൂമുൻ നിഫാഖാണവൻ, കാപട്യം അറിയപ്പെട്ട വ്യക്തിത്വമാണ്. നിസ്കാരം ഉപേക്ഷിച്ചുകൊണ്ട് വീടുകളിൽ ഇരിക്കുന്ന ആളുകൾ, ജമാഅത്തിന് വരാത്ത വ്യക്തികളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത് പറയുകയാണ്. നഊദു ബില്ലാഹ്. നിസ്കരിക്കാത്തവനെ അല്ല, നിസ്കരിക്കുമായിരിക്കും, പക്ഷെ പള്ളിയിൽ വരുന്നില്ല, ജമാഅത്തിന് വരത്തില്ല. അങ്ങനത്തെ ആളുകളെ ഞങ്ങൾ മുനാഫിക്കായി എണ്ണിയിരുന്നു എന്ന് സ്വഹാബത്ത്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ.
നമുക്കൊരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ദുഃഖം വരുമ്പോ നമ്മളത് ചെന്ന് പറയേണ്ട ഇടം അത് പള്ളിയാണ്. മുഅ്മിനീങ്ങൾ വിഷമവും സങ്കടവും വരുമ്പോ എവിടെ വരണം? പള്ളി വന്ന് പറഞ്ഞണം. 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യണം. كان النبي صلى الله عليه وسلم إذا هزمه أمر فزع إلى المسجد وصلى ركعتين. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തെങ്കിലും കാര്യമുണ്ടായാൽ, വിഷമമുണ്ടായാൽ ആദരവായ പ്രവാചകർ ചെയ്യാറുള്ളത് നേരെ പള്ളിയിലേക്ക് വരുമായിരുന്നു. ഫസിയൽ മുസല്ലാ, അള്ളാന്റെ പള്ളിയിലേക്ക് വരുകയാണ്, തിരുസമക്ഷത്തിലേക്ക് വരുകയാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറബിന് തീർക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരാ? അവന് തീർപ്പ് കൽപ്പിക്കാൻ പറ്റാത്ത വിഷമം ഏതാണ് സോദരി? അള്ളാന്റെ മുന്നിൽ വന്നുകൊണ്ട് നമ്മുടെ ശിരസ്കരനാവുകയാണ്. 2 റക്അത്ത് പള്ളിയിൽ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യുമായിരുന്നു ഹബീബുനാ റസൂലുള്ളാഹി. യാത്ര തുടങ്ങുന്നതും യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതും ആ പള്ളിയിൽ നിന്ന് തന്നെ ഹബീബ് റസൂലുള്ളാഹി. നാട്ടിലേക്ക് വന്ന ആദ്യം ഇവിടെ വരും, പള്ളി വരും, എന്നിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകുള്ളൂ. ഏത് സമയത്തും ഹബീബ് റസൂലുള്ളാഹി. നമ്മൾ പള്ളിയാണെങ്കിലോ, പ്രവാസിയായ ആണെങ്കിൽ പോലും നാട്ടിലെത്തിയിട്ട് പിന്നെ അവനൊരു പോകാൻ നേരത്തായിരിക്കും ചിലപ്പോൾ വരിക, ചിലപ്പോൾ പള്ളിയിലോട്ട്. അത് തന്നെ ചിലപ്പോൾ എന്തെങ്കിലും തട്ടുകേട് പറ്റണം, അല്ലെങ്കിൽ ചിലപ്പോൾ പള്ളിയിലോട്ട് വരൂല. ഒന്നില്ലേ ജോലി ഇല്ലാതായി, അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയം ഉണ്ടായി, അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിൽ മാത്രം പള്ളിയിൽ. എല്ലാവരും അല്ല, ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അവർക്ക് നന്നാകാനാണല്ലോ വാഴുന്നത്. അതുപോലെ തന്നെ കച്ചവടക്കാര് ബിസിനസ് കൂടി കഴിയുമ്പോ പിന്നെ പള്ളിയില്ല, പള്ളിക്കാരുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല, ദീനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല, പള്ളിയിൽ നിസ്കരിക്കുന്നില്ല. മനോഹരമാകുന്ന താഴികക്കുടങ്ങൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആ പള്ളിയിൽ നമസ്കാരം നിലനിർത്തിയിട്ടില്ലെങ്കിൽ നാട്ടുകാര് മുഴുവനും കുറ്റക്കാരാണ്. നല്ല പള്ളി, പൂശ്ശേരിക്കോട്ട പള്ളി, മനോഹരമായ പള്ളി, താഴികക്കുടം എല്ലാം ഉണ്ട്. പക്ഷെ ആളുകൾ നിസ്കരിക്കാനില്ലെങ്കിൽ ഹല്ലി വല്ലി തീർന്ന് എല്ലാം കഴിഞ്ഞ് ഹറാബ്. അല്ലാഹു മലക്കാക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സിത്തത്തു അശിയാ ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. സ്വഹാബ സിത്തത്തു അശിയാ, 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണേ സ്വഹാബ. ഹുന്ന ഗരീബത്തുൻ ഫീ സിത്തത്തി മവാദിഅ. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. 6 കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആദരവായ പ്രവാചകൻ ആദ്യമായി പറയുകയാണ്, അൽ മസ്ജിദു ഹുന്ന ഗരീബത്തുൻ, പള്ളി അത് ഒറ്റപ്പെട്ടു പോകുന്നതാണ്. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. മനോഹരമായ മിനാരങ്ങളുണ്ട്, മനോഹരമായ താഴികക്കുടങ്ങളുണ്ട്, മനോഹരമാകുന്ന രീതിയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടുണ്ട്. പള്ളിയിൽ നല്ല മൈക്ക് സെറ്റ് ഉണ്ട്, സമുന്നതരായ ആലിമീങ്ങളുണ്ട്, നല്ല ഖിറാഅത്തിന്റെ വശ്യസുന്ദരമായ രീതിയിൽ ഖുർആൻ ഓതുന്ന സമുന്നതരായ ഇമാമീങ്ങളുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്. എല്ലാ നിലക്കും ബറക്കത്തുള്ള പള്ളിയാണ്. ആത്മീയമാകുന്ന ഉയർച്ചയുള്ള പ്രഭാഷണങ്ങൾ നടത്തുന്ന പള്ളിയാണ്. പക്ഷേ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീ. ആ പള്ളിയിൽ നമസ്കരിക്കാൻ ആളുകളില്ല എങ്കിൽ, ആ പള്ളിയിൽ അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ആളുകളില്ല എങ്കിൽ ആ പള്ളി ഒറ്റപ്പെട്ടു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ എന്ത് വേണം?
പള്ളിയിൽ എന്താ വേണ്ടത്? നിസ്കാരം വേണം. പള്ളി നിസ്കാരം വേണം, അതാണ് വേണ്ടത്. തീർന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രണ്ടാമതായി പറയുകയാണ്, ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 6 കാര്യങ്ങളെ എണ്ണിയിട്ട് പ്രവാചകൻ രണ്ടാമതായി പറയുകയാണ്, വൽ മുസ്ഹഫു ഖരീബുൻ ഫീ മൻസിലി ഖൗമിൻ ലാ യഖറഊന ഫീ. ഒരു വീട്ടിലുള്ളതാകുന്ന ഖുർആൻ മുസ്ഹഫ് ഒറ്റപ്പെട്ടു പോകുമേ, ആ വീട്ടിലുള്ളവർ ആരും തന്നെ ആ ഖുർആനിനെ മുസ്ഹഫിനെ പാരായണം ചെയ്യുന്നില്ല എങ്കിലെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. വൽ മുസ്ഹഫു ഖരീബുൻ ഫീ മൻസിലിൻ ലാ യഖറഊന ഫീഹി. ഒരു വീട്ടിൽ ഖുർആൻ ഉണ്ട്. ഖുർആൻ എത്ര എണ്ണം ഉണ്ട്? ഓരോരുത്തരും അവരുടെ വീട്ടിൽ ചിലപ്പോൾ 4 ഉണ്ടാകും, 5 ഉണ്ടാകും, ചിലരുടെ വീട്ടിൽ 1 ഉണ്ടാകും. പക്ഷെ ആ ഖുർആൻ ഓതുന്നില്ല എങ്കിൽ ആ ഖുർആൻ ആ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഹബീബ് റസൂലുള്ളാഹി അങ്ങനെ വരാൻ പാടില്ല. വന്നിരുന്നത് എന്താകും? നാശമാകും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അത് നാശത്തിനുള്ള വഴിതെളിക്കലാണ്. അത് ഈ ഉമ്മത്തിന്റെ നാശത്തിന്റെ വഴിതെളിക്കലാണ്. ഖുർആൻ വീട്ടിലുണ്ട്, പക്ഷെ ആ ഖുർആൻ ഓതപ്പെടുന്നില്ല എങ്കിൽ വീട്ടിലുള്ളവർക്ക് മുഴുവനും ശാപം ഖുർആൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്നാ പിന്നെ നാളെ തന്നെ ഖുർആൻ അങ്ങ് വിറ്റേക്കാം അവസാനം. അപ്പൊ പിന്നെ ശാപമില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന കൗമാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഖുർആൻ ഓതിയില്ല എങ്കിൽ ഖുർആൻ ശപിക്കും. പിന്നെ ആ ഖുർആൻ അങ്ങ് വിറ്റേക്കാം. അപ്പൊ പിന്നെ ശാപമില്ല, റാഹത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീട്ടിൽ ഖുർആൻ ബറക്കത്തിന്റെ കേദാരമാണ്. അതുകൊണ്ടല്ലേ ഒരു വീട് ഉദ്ഘാടിക്കുമ്പോ നമ്മൾ എന്ത് ഖുർആൻ കൈക്ക് പിടിച്ചുകൊണ്ട് കയറുന്നത്? അതൊരു ശുഭലക്ഷണമാണ്. എന്നിട്ട് ആ വീട്ടിലിരുന്നു കൊണ്ട് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. വല്ലദി യഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലു ഫീഹി ശൈത്വാനുൻ ശഫീഉനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ, അൽ ബഖറ സൂറത്ത് ഒരു വീട്ടിൽ പരിപൂർണമായി നീ പാരായണം ചെയ്താൽ ആ വീട്ടിലേക്ക് പിശാച് കടക്കുകയില്ല. സയ്യിദുനാ റസൂലുള്ളാഹി. പൈശാചിക ഉപദ്രവങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, ഏർവാടിയിലൊക്കെ നിലകൊള്ളുന്ന മുസ്ലിമേ, നിന്റെ വീട്ടിൽ ഡെയിലി പാരായണം ചെയ്യേണ്ട സൂക്തമാണ് സൂറത്തുൽ ബഖറ. അൽ ബഖറ സൂറത്ത് പാരായണം ചെയ്യണം. സാധേ അത് ഇച്ചിരി ബുദ്ധിമുട്ടല്ലേ? 2.5 ജുസു ഇല്ലേ? ശൈത്താൻ ഇറങ്ങണോ? കുറച്ച് പണിയാണ്. ഇതോത്. അല്ലാഹു തൗഫീഖ് തരട്ടെ. പിശാച് ഇറങ്ങണോ എങ്കിൽ ഇതോതിയാൽ ഇറങ്ങുമെന്ന് ആര് പഠിപ്പിച്ചു? മുഹമ്മദ് മുസ്തഫ. പിന്നെന്താ ഓതിക്കൂടെ? ഒരു വീട് ഉദ്ഘാടിക്കുമ്പോൾ സൂറത്തുൽ ബഖറ ഓതിൻ, എല്ലാവരും ഖുർആൻ എടുത്ത് ഓതിൻ. ഇല്ലെങ്കിൽ ആ വീട്ടുകാരനെങ്കിലും ആ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നു. സൂറത്തുൽ അൻആം ഐശ്വര്യത്തിന് വേണ്ടിയുള്ള സൂക്തമാണ്, അധ്യായമാണ്. ആ അധ്യായം പൂർണ്ണമായി പാരായണം ചെയ്യുക. ആരാണിത് ശ്രദ്ധിക്കുന്നവർ? ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഖത്മ് തീർക്കൽ. മുതഅല്ലിമീങ്ങളെ വിളിക്കൽ. നമ്മുടെ മഹല്ലത്തിൽ തന്നെ ഉണ്ടല്ലോ മുതഅല്ലിമീങ്ങൾ. അവരെ വിളിക്കുന്നു, ഉസ്താദിനെയും വിളിക്കൻ. സുബൈക്ക് ശേഷം അവരെല്ലാവരും കൂടി ഓരോ ജുസ് പാരായണം ചെയ്തിട്ട് 30 ജുസ് ഓതിയിട്ട് ഖത്മ് ഓതി ദ്വാരക്കട്ടെ. 1 മണിക്കൂർ മതി. 1 മണിക്കൂർ കൊണ്ട് ഒരു ഖത്മ് ഓതി മാഷാ അല്ലാഹ് അങ്ങനെ വീട് ഉദ്ഘാടിക്കട്ടെ. ഉദ്ഘാടിച്ച വീട്ടിൽ തന്നെ ഇങ്ങനെ അമൽ ചെയ്യട്ടെ. ആ വീട്ടിൽ പിശാച് ഉണ്ടാവൂല. പൈശാചിക ഉപദ്രവങ്ങൾ ഒഴിയും. മക്കള് സ്വാലിഹീങ്ങളാകും. കാരണം ആ വീടിൻ്റെതാകുന്ന തൂണിലും തുരുമ്പിലും എല്ലാത്തിലും ഖുർആനിൻ്റെതാകുന്ന വിസ്ഫോടനം ഉണ്ടായി. ഖുർആനിന്റെ ആയത്തുകൾ കേറപ്പി പിശാച് ഉടൻ. അതുകൊണ്ടാണല്ലോ ബാങ്ക് കൊടുക്കാൻ പറയുന്നത്. വീട്ടിൽ എന്ത് കൊടുക്കണം? ഇടയ്ക്കിടയ്ക്ക് എന്ത് കൊടുക്കണം? ഉറക്കെ പറയും, ബാങ്ക് കൊടുക്കണം. ബാങ്ക് കൊടുക്കാൻ അതിന് ആദ്യം പഠിക്കണം, എന്നാലേ ഉള്ളൂ. ഇത് ഹയ്യാല സലാ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നില്ല. അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കറങ്ങി കറങ്ങി നിൽക്കുകയാണ്. ബാങ്ക് ആദ്യം പഠിക്കണം. എന്നിട്ട് ബാങ്ക് നല്ലതുപോലെ വീട്ടിൽ കൊടുക്കണം. വീട്ടിലുള്ള ആ വീട്ടിൽ കറക്റ്റ് കേൾക്കുന്ന രീതി. റമദാന് മഗ്‌രിബിന്റെ സമയത്തൊന്നും കൊടുത്തേക്കല്ലേ, ബാക്കിയുള്ളവർ നോമ്പ് പറയും. അല്ലാത്ത സമയത്ത് ചെറിയൊരു ശബ്ദത്തിൽ നമ്മുടെ ആ വീടുകളിൽ റൂമുകൾ കേൾക്കുന്ന രീതിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് മതി. അങ്ങനെ കൊണ്ട് ബാങ്ക് കൊടുത്തേ. പാപ്പ തന്നെ കൊടുക്കുക അങ്ങനെ വീടുകളിൽ. ഈ ബാങ്കിന്റെ ശബ്ദം എത്തുന്നിടത്തുനിന്നൊക്കെ പിശാചോടും. മൈക്ക് കെട്ടി വലിയ ശബ്ദത്തിൽ കൊടുക്കൊന്നും വേണ്ട. ഈ പറഞ്ഞ നേരിയ ശബ്ദത്തിൽ കൊടുത്താൽ മതി. അവനവന്റെ ശബ്ദത്തിനനുസരിച്ച് പിശാചോടും. പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാവൂല. വീട്ടിൽ സംരക്ഷണം ഉറപ്പാണ്. നിങ്ങൾ ചെയ്തു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ, ചെറിയ മക്കള് രാത്രിയിൽ വലിയ കരച്ചിലുണ്ടാകുമ്പോ പൈശാചിക ഉപദ്രവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കുട്ടികൾ കരയുന്നത്. വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും കൊടുക്കണം ആ സമയത്ത്. അത് ജനിച്ചപ്പോ മാത്രം കൊടുത്താൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. അങ്ങനെ ചെയ്യാമെന്ന് ഫത്ഹുൽ മുഈനിൽ കാണാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
മറദത്തുള്ള മറദത്തും മിനൽ ജിന്ന്, കുരുത്തക്കേടുള്ളതാകുന്ന പിശാദിന്റെ ഉപദ്രവങ്ങൾ കുട്ടികൾ കേൾക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? വലത്തെ കാതിൽ ബാങ്കും ഇടത്തെ കാതിൽ ഇഖാമത്തും അങ്ങനെ കൊടുത്തു നോക്കിയ കുട്ടി നല്ല ശാന്ത സുന്ദരമായി ഉറങ്ങുന്നതായി കാണാം. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചപ്പോ, ഖുർആൻ ഓതിയപ്പോ പിശാദിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകപ്പെടുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൽ ഖുർആനു ഗരീബുൻ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമേ, ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളതാകുന്ന ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ഖുർആൻ നൽകപ്പെട്ടത് എങ്കിൽ ആ ഖുർആനും ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 6 കാര്യങ്ങൾ കൊണ്ട് ഒറ്റപ്പെട്ടു പോകും 6 സ്ഥലങ്ങളിൽ. അതിൽ ഒന്നാണെന്ത് പറഞ്ഞത്? പള്ളികൾ. ആ പള്ളികളിൽ ജനങ്ങൾ നിസ്കരിക്കാൻ വന്നില്ല എങ്കിൽ പള്ളി ഒറ്റപ്പെട്ടു പോകും. 2 മുസഹഫാണ്. ഒരു വീട്ടിൽ ഒരു മുസഹഫ് ഉണ്ട്, പക്ഷെ അത് ഓതാൻ ആരുമില്ല എങ്കിൽ ആ വീട്ടിൽ ആ മുസഹഫ് ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 3 ഖുർആനാണ്. കാപട്യമുള്ള മനുഷ്യന്റെ ഹൃദയത്തിൽ ഖുർആൻ നൽകി. ചിലര് ഹാഫിളായി, പക്ഷെ അവൻ തെമ്മാടിയാണ്. ആ തെമ്മാടിയുടെ ഹൃദയത്തിൽ ഖുർആൻ ഇരിക്കെ എന്ത് കാര്യം? ആ ഖുർആൻ ഒറ്റപ്പെട്ടു പോയി. അതുകൊണ്ട് ഒരു പ്രയോജനം ആർക്കും ഇല്ല. ഇവനെ ഓതുന്നുമില്ല, ഒരാളെ ഇട്ട് ഓദിക്കുന്നുമില്ല. ഇവനിങ്ങനെ സിനിമ കണ്ടും സീരിയൽ കണ്ടും ഹറാമ് ദർശിച്ചോട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ. അല്ലെ, ചില മക്കൾ നമ്മൾ കണ്ടിട്ടില്ലേ, ഓതാൻ പറ്റിയിട്ടുണ്ട്, ഹിഫ്ള് കുറച്ചായി അല്ലെങ്കിൽ ഹിഫ്ള് പൂർത്തിയായിട്ട് ഹാഫിളാണ്, പക്ഷെ അവനറിയാത്ത സിനിമാ പാട്ടൊന്നുമില്ല, എല്ലാം പാടിക്കൊണ്ട് നടക്കുക. പുതിയ ലേറ്റസ്റ്റ് പടം ഇറങ്ങിയത് വരെ അവനറിയാം. KGF 2 കണ്ട് 3 കാത്തിരിക്കുക. എന്ത് വേണോന്ന് ചോദിക്കുന്നത്. അങ്ങനത്തെ ടീമുകളുണ്ട്. അതാണ് പറയുന്നത്, വൽ ഖുർആനു ഗരീബുൻ ഫീ ഖൽബി റജുലിൻ ഫാസിഖിൻ, കാപട്യമുള്ളവന്റെ ഹൃദയത്തിൽ ഖുർആൻ ഒറ്റപ്പെട്ടു പോകുമെന്ന് ഹബീബ് റസൂലുള്ളാഹി. തീർന്നില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വറജുലുൽ മുസ്ലിമു المسلم الصالح غريب في بيت امرأة رديئة سيئة الخلق. മുസ്ലിമായ സാലിഹായ മനുഷ്യൻ ഒറ്റപ്പെട്ടു പോകും. ഒരു പെണ്ണാണ്, പക്ഷേ ആ പെണ്ണിന്റെ വീട്ടിൽ അഥവാ അവൻ വിവാഹം ചെയ്തതാകുന്ന പെണ്ണ് മോശപ്പെട്ട പെണ്ണാണ്, അവൾ ദീനീ ബോധമില്ലാത്ത പെണ്ണാണ് എങ്കിൽ ആ പുരുഷൻ അവളുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയവനാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഭർത്താവ് നല്ല സാലിഹായ മനുഷ്യൻ, ഖുർആൻ ഓതും, നിസ്കരിക്കും, ഇബാദത്തുണ്ട്, പക്ഷെ ഭാര്യ നേരെ തലതിരിവ് എങ്കിൽ ആ വീട്ടിൽ ആ പാവപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയി ഹബീബ് റസൂലുള്ളാഹി. 5 നബിതങ്ങൾ നേരെ തിരിച്ചു പറഞ്ഞു, വൽ മർഅത്തു സ്വാലിഹത്തു ഗരീബത്തുൻ ഫീ ബൈത്തി റജുലിൻ ഫാസിഖിൻ റദീഉൽ ഖുൽഖ്. മോശപ്പെട്ട സ്വഭാവ വൈകല്യമുള്ളതാകുന്ന കള്ളുകുടിക്കുന്ന ഒരു മ്ലേച്ഛനായ മനുഷ്യന്റെ കീഴിൽ നിലകൊള്ളുന്ന ഒരു സാലിഹത്തായ മുസ്ലിമത്തായ പെണ്ണ് അവളും ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ. എത്രയോ സഹോദരിമാർ ദുആ വസിയത്ത് ഇപ്പോഴും ഈ വിനീതരോടും ഉസ്താദുമാരോടും ഒക്കെ നടത്തുന്നത് തന്നെയാണ്. സാധേ ഭർത്താവ് കള്ളുകുടിക്കുന്നു, ഭർത്താവ് മോശമായ രീതിയിലുള്ള ചാറ്റിംഗ് നടത്തുന്നു, പരസ്യമായി ഭാര്യയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വാട്സാപ്പിലൂടെ അന്യ പെണ്ണുമായിട്ട് വീഡിയോ കോളുകൾ ചെയ്യുന്ന ഭർത്താക്കന്മാർ, ഹറാമായ വീഡിയോകൾ ദർശിക്കുകയും അത് കാണുകയും സ്വന്തം ഭാര്യയെ കാണിക്കുകയും ഈ രീതിയിലുള്ള വീഴ്ചകൾക്ക് നീ തയ്യാറാകണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർ. അങ്ങനെ എത്രയോ കംപ്ലൈന്റ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വ്യത്യസ്ത മോഡലുകളൊക്കെ കാണിച്ചിട്ട് കണ്ട, വാച്ചാത്തീറ മോഡൽ കണ്ട, ഇതേപോലെയാണ് ഇന്നത്തെ ദിവസം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് മോഡലുകൾ കാണിച്ചു കൊടുക്കുക. ദീനിയായ മതബോധമുള്ളതാകുന്ന പെണ്ണുങ്ങളെ അത്തരത്തിന്മേൽ നിർബന്ധിക്കുന്നതാകുന്ന ചെറുപ്പക്കാരായ കള്ളുകുടിയന്മാരാകുന്ന ഭർത്താക്കന്മാർ, അവരാ സാലിഹത്തായ പെണ്ണുങ്ങൾ അവരുടെ വീട്ടിൽ ഒറ്റപ്പെട്ടു പോയെന്ന ഹബീബ് റസൂലുള്ളാഹി. 6 വൽ ആലിമു ഗരീബുൻ ഫീ ഖൗമിൻ ലാ യസ്തമിഊന ഇലൈഹി
ഒരു ആലിമും ഒറ്റപ്പെട്ടു പോയി ഒരു സമൂഹത്തിൽ. അദ്ദേഹം നല്ല അറിവുള്ള വ്യക്തിയാണ്, ഖുർആൻ വെച്ചുകൊണ്ട് അദ്ദേഹം ദീനീ ബോധം നൽകുന്നുണ്ട്, സമൂഹത്തെ സമുദ്ധരിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കേൾക്കാൻ ആളില്ല എങ്കിൽ ആ ആലിമും അവർക്കിടയിൽ ഒറ്റപ്പെട്ടു പോയി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഈ 6 കാര്യങ്ങൾ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവസാനമായി പറയുകയാണ്, ഈ 6 കാര്യങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്തുകൊണ്ടെന്നറിയുമോ? ഈ 6 കാര്യങ്ങളെയും നിങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ വിപത്ത് അല്ലാഹു ഏകുമേ, കാരുണ്യം അല്ലാഹു നിങ്ങൾക്ക് വർഷിക്കുകയില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. 6 കാര്യത്തിൽ നബിതങ്ങൾ ആദ്യം എണ്ണിയതാണ് നമ്മുടെ വിഷയം. അതാണ് വിഷയം. എന്ത്? പള്ളികൾ ഒറ്റപ്പെട്ടു പോകുന്നു. ഫീമാ ബൈന ഖൗമിൻ ലാ യുസല്ലൂന ഫീഹി. ജനങ്ങൾ നിസ്കരിക്കാൻ വരാതിരിക്കുമ്പോൾ ആ പള്ളികൾ ഒറ്റപ്പെട്ടു പോയി. ഹബീബ് റസൂലുള്ളാഹി. ഇന്ന് നമ്മുടെ പള്ളികൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ ഇപ്പൊ ഈ കരുനാഗപ്പള്ളി താലൂക്കിൽ തന്നെ എത്ര പള്ളിയാണ്, എത്ര ജുമാഅത്ത് പള്ളിയുണ്ട്, എത്ര തൈക്കാവുകളുണ്ട്, എത്ര പള്ളികളുണ്ട്. പിന്നെയും പള്ളികൾ ഇപ്പോഴും എടുത്തോണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഈ പരിസരങ്ങളുണ്ട്, ഇഷ്ടംപോലെ പള്ളികൾ വീണ്ടും വരികയാണ്. എടുക്കാൻ ആളുണ്ട്, കരിക്കാൻ വല്ല ഹൈവാന്മാരുണ്ടോ? ഇല്ല. അവിടെയാണ് പ്രശ്നം. അതാണിപ്പോ ചർച്ച. ഇഷ്ടംപോലെ ആളുകൾ ഇത് എടുക്കാൻ വേണ്ടിയുണ്ട്, അതിനുവേണ്ടി പിരിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും അടക്കാണ്ട്, എല്ലാത്തിനും ഉണ്ട്. നിസ്കരിക്കാൻ വരുന്ന വിഷയം വരുമ്പോ ആരുമില്ല. പണ്ടത്തെ കാലം പോലെയല്ല. ഇപ്പൊ പള്ളിയിൽ കയറാം, ഫാനിടാം, എത്ര വേണമെന്നെല്ലാം ഖുർആൻ ഓതി നിസ്കരിക്കാം, ഒരു വിഷയമില്ല, ആരും തടയൂല. എത്രയോ മണിക്കൂറുകൾ നിനക്ക് പള്ളിയിൽ ചെലവഴിക്കാം, ആരും തടയൂല. നല്ല കാർപ്പറ്റ് വിരിച്ച് സുജൂദ് ചെയ്ത് അവിടെ കിടന്ന് ഉറങ്ങിപ്പോകും. ആ രീതിക്കുള്ള നല്ല ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കാർപ്പറ്റ് വിരിച്ച മുസല്ല വിരിച്ചിട്ടുള്ളതാകുന്ന പള്ളികൾ, എയർ കണ്ടീഷൻ പള്ളികൾ, വീട്ടിൽ പോലും ഇല്ല AC, പള്ളിയിൽ നല്ല AC ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഓരോ കിലോമീറ്റർ ചുറ്റളവുകളും പള്ളികളുണ്ട്. പക്ഷെ നിസ്കരിക്കാൻ നമുക്ക് ചെല്ലാൻ മടി. ഇത് നമുക്ക് വലിയ വിപത്തുണ്ടാക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലിയ വിപത്തുണ്ടാകും തീർച്ചയാണ്. നമ്മളിൽ എത്ര ആളുകൾ ഈ അടുത്തിടെ ഒരു 2 കൊല്ലം മുമ്പാന്ന് തോന്നുന്നു, നമ്മള് കൊട്ടുകാട് ഒരു വ്യക്തി എല്ലാ ദിവസവും പള്ളിയിൽ 5 വഖത്ത് നിസ്കാരത്തിന് വരുന്ന ഒരു വ്യക്തി മരണപ്പെട്ടു പോയെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഒരു വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം ഉണ്ടോ? ഇപ്പൊ മരണപ്പെട്ടില്ലേ? ഒരു ഉപ്പുപ്പ എല്ലാ ദിവസവും സുബൈക്ക് കറക്റ്റായിട്ട് സുബൈക്കും 5 വഖത്തും പള്ളിയിൽ വരികയും കൊട്ടുകാട് പള്ളിയിൽ വന്നുകൊണ്ട് നിസ്കരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രായമായ ഒരു മനുഷ്യൻ, ഖുർആൻ ഖത്മുകൾ തീർക്കുന്ന ഒരു മനുഷ്യൻ, ഖുർആൻ ധാരാളം ഖത്മുകൾ തീർത്തിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹത്തെക്കുറിച്ച് ന്യൂസിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സാലിഹീങ്ങൾ പോലും നമ്മുടെ ഈ മണ്ണിലുണ്ടായിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് അവരൊക്കെ വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇന്നുമുണ്ട് അത്തരത്തിലുള്ള സാലിഹികൾ. പ്രായം ചെന്ന ഒരുപാട് ആളുകൾ അവരാ വടി കുത്തിപ്പിടിച്ചിട്ട് പള്ളിയിലേക്ക് വരാൻ അവർ കാണിക്കുന്നതാകുന്ന ഒരു താല്പര്യം, ഒരു ശുഷ്കാന്തി ഇന്നത്തെ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയി. നമ്മളൊരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് തിരിച്ചു കയറാൻ, മഴയൊന്നും ഇല്ലെങ്കിൽ പോലും പള്ളിയിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവുന്നില്ല. എന്ത് പറ്റി നമുക്ക്? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇസ്റാ മിഅ്റാജ് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളെ എനിക്ക് കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ തുറല്ലഹു റൂസഹും ബിസ്സഖരി കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, റഅയ്തു ഖൗമാ റജബ് 27 രാവിൽ, ഇസ്റാ മിഅ്റാജിന്റെ രാവിൽ ജിബ്രീൽ അലൈഹിസ്സലാമുകേരെ സ്വർഗ്ഗത്തിൻ്റെതാകുന്ന യാത്രകൾ എനിക്ക് കാണാൻ സാധിച്ചു. നരകത്തിൻ്റെതാകുന്ന കുണ്ടാരവും എനിക്ക് അദ്ദേഹം കാണിച്ചു തന്നു. സഹാബാ റഅയ്തു ഖൗമാ, അതിനിടയിലാണ് ഞാൻ ഒരു വിഭാഗം ആളുകളെ കാണുന്നത്. തുറല്ലഹു റൂസഹും ബിസ്സഖരി, പാറക്കല്ലിന്റെ ചീളുകൾ കൊണ്ട് അവർ തലയടിച്ച് പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. സഹാബാ നഊദു ബില്ലാഹ്,
കുല്ലമാ റുളിഖത് ആദത് ഇലാ മാ കാനത്. ഓരോ പ്രാവശ്യം തലയടിച്ച് പൊട്ടിക്കുമ്പോഴും അവരുടെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുകയാ. രക്തം ഇതാ പുറത്തേക്ക് വമിക്കുകയാണ്. അവർ മരണത്തോട് മല്ലടിക്കുകയാണ്. അവർ മരിച്ചു വീഴുകയാണ്. വീണ്ടും അവർക്ക് ആത്മാവ് നൽകപ്പെടുകയാണ്. വീണ്ടും പാറക്കല്ലിന്റെ ചീളുകൾ നൽകുകയാണ്. ആ പാറക്കല്ലിന്റെ കൂർത്തിരിക്കുന്ന ചീളുകൾ കൊണ്ട് തലയിലേക്ക് ആഞ്ഞടിക്കുകയാണ്. നഊദു ബില്ലാഹ്. മടി കാണിക്കുമ്പോ ആ വലിയ പാറക്കല്ലിന്റെ ചീളുകൾ എടുത്തുകൊണ്ട് സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ തലയിലേക്ക് ആഞ്ഞടിക്കുകയാ. തല പൊട്ടിച്ചിതറുകയാണ്. രക്തം വാർന്നൊഴുകുകയാണ്. ഹൗലാഇ യാ ജിബ്രീൽ മൻ ഹൗലാഇ യാ ജിബ്രീൽ. ആരാണ് ജിബ്രീലേ ഇക്കൂട്ടർ? ഇത്ര വലിയ വേദന സഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നതായ ഈ വിഭാഗം ആരാണ് ജിബ്രീലേ? ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് ഹൗലാഇല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാഹ്. هؤلاء الذين تتثاقلون رؤوسهم عن الصلاة. നമസ്കാരത്തെ തൊട്ട് ഭാരമായി കണ്ടിരുന്നതായ ആളുകളാ. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നതിന് തലയെ ഭാരമായി കണ്ടിരുന്നവരാണ്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന പടച്ചറപ്പിന്റെ മുന്നിൽ തല കുനിക്കാൻ മടിച്ചതായ ആളുകളാ. പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാ, നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ എന്ന് വിളിക്കുമ്പോ ആ ബാങ്കിന് ഉത്തരം കൊടുക്കാതെ തിരിഞ്ഞു നിന്നതായ ആളുകളാ. കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. സിനിമ കണ്ടുകൊണ്ട് നിലകൊണ്ടവരാണ്. മോശപ്പെട്ട വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ട് കവലകളിൽ സമയം ചെലവഴിച്ചവരാണ്. അല്ലദീന തതസാഖലൂന റൂസഹും അനിസ്സലാ. നമസ്കരിക്കാൻ മടി കാണിച്ചതായ വിഭാഗമാണ് നബിയേ. ഇവർക്ക് റിയാലിറ്റി ഷോകളിൽ ഒരു മടിയുമില്ലായിരുന്നു. അതിൽ പങ്കെടുത്തപ്പോ, അതിൽ ആടുകയും പാടുകയും ചെയ്തപ്പോ ജഡ്ജസ്മാര് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈകൂപ്പുകയാണ്. ആ ജഡ്ജസ്മാർക്ക് പാദസേവകൾ ചെയ്ത് ലക്ഷങ്ങൾ കൊയ്തെടുക്കാൻ ഇവർക്ക് സമയമുണ്ടായിരുന്നു. അവർക്ക് മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കാനും അവർക്ക് മുന്നിൽ തലകുമ്പിട്ട് നിൽക്കാനും പാദസേവകൾ ചെയ്തുകൊണ്ട് ഏത് രീതിയിലും സമ്പത്ത് ഒരുമിച്ച് കൂട്ടുവാനും ഈ ഉമ്മമാർക്ക് മടിയില്ലായിരുന്നു. മക്കളെ അർദ്ധനഗ്നരാക്കി അത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളിൽ പങ്കെടുപ്പിച്ച ഉമ്മയാ. നമസ്കാര ചിട്ട വെക്കാത്തവരാണ്. ഇബാദത്തുകൾക്ക് കണിശത വെക്കാത്തവരാണ്. അള്ളാന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മടിയുള്ളതായ വിഭാഗമാ. ഇവരാണ് ഈ പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് നബിയെ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹിയോട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം വലിയ ശിക്ഷയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ബഹുമാനപ്പെട്ടതായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ആദരവായ പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ അഫ്വാജ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? നാളെ ആഖിറത്തിലേക്ക് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായി കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ മഅന എന്താണ്? അർത്ഥം എന്താണ് റസൂലേ? ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫബകാ ബുകാഅൻ ശദീദാ. ആദരവായ
പ്രവാചകർ പൊട്ടിക്കരയുകയാണ്. ഖിയാമത്ത് നാളിനെ ചിന്തിക്കുകയാണ്. ലോകാവസാനത്തെ പറ്റി ചോദിച്ചപ്പോൾ ലോകൈക ഗുരു പൊട്ടിക്കരയുകയാണ്. ഫബകാ ബുകാഅൻ ത്വവീലാ. ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞു. ലോകാവസാനത്തെ പറ്റി ചോദിക്കൂ. എന്താ നബിതങ്ങളെ, നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൂട്ടം കൂട്ടമായിട്ട് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പനേരം കരഞ്ഞതിനു ശേഷം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, മുആദേ, നീ ചോദിച്ചത് സഅൽത അൻ അംരിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്. നീ വേറെ ഒരു കാര്യമല്ല ചോദിച്ചത്, നാളെ ഖിയാമത്ത് നാളിനെ പറ്റിയാണ്, അതിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുന്ന രംഗത്തെ പറ്റിയാണ്. സഅൽത അൻ അംരിൻ അളീമിൻ, വലിയൊരു കാര്യമാണ് നീ എന്നോട് ചോദിച്ചത്. ഒരു ചെറിയ കാര്യമല്ല നീ എന്നോട് ചോദിച്ചത്, വലിയൊരു കാര്യമാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ 12 കോലത്തിൽ അല്ലാഹു കൊണ്ടുവരുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറ, ഹബീബുനാ റസൂലുള്ളാഹി. 12 കോലത്തിലാ മനുഷ്യനെ കൊണ്ടുവരുന്നത്. നിർത്താം കേട്ടോ, സമയം കഴിയാറായി. 11:30 ആകുമ്പോൾ നിർത്തിയേക്കാം. ശരിയില്ല, എനിക്ക് മടി തോന്നുന്നുണ്ടെന്ന്. സലാത്തൊക്കെ ചെല്ലാരും മടി ചെല്ലാവല്ലേ. അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു സാലിഹീങ്ങൾ ചേർക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുആദേ മുആദേ, നീ ചോദിച്ചതൊരു വലിയ കാര്യമാണ്. നാളെ ആഖിറത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരുമ്പോ 12 കോലത്തിലായിട്ടാണ്, 12 വിഭാഗമായിട്ടാണ് ജനങ്ങളെ മഹ്ശറിലേക്ക് എത്തിക്കുക. ആദ്യത്തെ വിഭാഗം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യുഹ്ശറുന്നാസു ഹുഫാതൻ ഉറാതൻ ഉറലാ, നഗ്നപാതകരായി, ശരീരത്തിൽ നൂലിര പോലും വസ്ത്രമില്ലാതെ വിവസ്ത്രരായിട്ടാണ് ഒരു വിഭാഗത്തെ അല്ലാഹു എത്തിക്കുക. വഹും കൽ ഖനാസീർ, പന്നിയുടെ കോലമാണ് അവർക്കുള്ളത് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മഹ്ശറയിലേക്ക് ഖബറിൽ നിന്ന് പുനർജീവിപ്പിച്ചു കൊണ്ടുവരുന്നത് ആര് പറഞ്ഞത്? ഹബീബ് റസൂലുള്ളാഹി. പന്നിയുടെ കോലത്തിൽ കൊണ്ടുവരും, പന്നിയുടെ കോലത്തിൽ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബത്ത് ചോദിക്കുകയാണ്, മൻ ഹൗലായി മൻ ഹും യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ കൂട്ടർ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അല്ലദീന തതഹാവനൂന റൂസഹും അനിസ്സലാ, നമസ്കാരത്തെ തൊട്ട് നിസ്സാരരായി കാണുന്നവരാണവർ. അല്ലദീന യതഹാവനൂന അനിസ്സലാ, നമസ്കാരത്തെ നിസ്സാരരായി കാണുന്നവരാണ്. നിസ്കാരം എന്ന് കേൾക്കുമ്പോ തന്നെ ഓ ഇതിപ്പോ എന്താ വലിയ കാര്യമൊന്നുമല്ലല്ലോ, സാരമായി കാണുന്നവർ, സംസ്കാരത്തെ ഗൗനിക്കുന്നില്ല, അങ്ങനത്തെ ആളുകൾ. നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല, അങ്ങനത്തെ ആളുകൾ അവരെയാണ് നാളെ ആദ്യമായി മഹ്ശറയിലേക്ക് കൊണ്ടുവരുന്നത്. പന്നിയുടെ കോലത്തിൽ 12 വിഭാഗം 12 കോലത്തിലാണ് കൊണ്ടുവരിക. പല രൂപത്തിലും ഭാവത്തിലും. അതിൽ ഒന്നാമത്തെ വിഭാഗമാണ് പന്നിയുടെ കോലത്തിൽ വരും. ആര്? നിസ്കരിക്കാത്ത വിഭാഗം. അള്ളാഹു നമ്മളെ കാക്കുവാറാണ്. അപ്പൊ തന്നെ ആളെ തിരിയാൻ ജനങ്ങൾക്ക് മനസ്സിലായി. പന്നിയുടെ കോലത്തിൽ വരുമ്പോഴേ മനസ്സിലായി ഇവനാരാണ്, ഇരിക്കാത്ത ടീമാണ്. മുഖം ഉണ്ടാവും അതേപോലെ, ബാക്കി ബോഡി എല്ലാം പന്നിയുടെ കോലത്തിൽ. അപ്പൊ ആളെ മനസ്സിലായി, അല്ലാ ഇത് നമ്മുടെ ഇന്ന നാട്ടിലുള്ള ഇന്നടുത്തുള്ള ഹാജിയാരാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ.
ഹജ്ജൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിസ്കരിക്കത്തില്ലായിരുന്നു. ഹജ്ജ് കൊണ്ടൊന്നും കാര്യമില്ല. ഹജ്ജ് ചെയ്തതിന് ശേഷം ഹജ്ജ് സ്വീകരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുള്ള അവന്റെ അമല് കൊണ്ടാ തിരിയുക. അല്ലെങ്കിൽ ഹാജിന്ന് ഇങ്ങനെ ബോർഡ് എഴുതി വെക്കാം വീണ്ടും വാക്ക്. ആഖിറത്തിലേക്ക് എല്ലുമ്പോ കാലം പിടിച്ചൊരൊറ്റ ഏറാൻ. അല്ലാഹു ആക്കട്ടെ. ഹാജി ഹജ്ജുമ്മ എന്നൊക്കെ നോട്ടീസിൽ ഇങ്ങനെ പേരടിക്കാം, പത്രത്തിൽ കൊടുക്കാം, നാട്ടുകാരോട് പറഞ്ഞു നടക്കാം, ഒരു ഫായിദ ഉണ്ടാവൂല. എന്ത് വേണം? ഹജ്ജ് മഖബൂലായി, ഉംറ മബ്റൂറായി എന്നൊക്കെ പറയുക എപ്പോഴാ? നാട്ടിൽ വന്ന് ശിഷ്ടകാല ജീവിതം നോക്കിയിട്ടാണ് ഹജ്ജ് മഖബൂലായോ മബ്റൂറായോ എന്ന് മനസ്സിലാക്കുക. ഇവിടെ വന്നിട്ട് പഴയ പോലെ ചീട്ടും കളിയും പരിപാടിയും തികറ്റും വലിച്ചിട്ട് സ്വറായും പറഞ്ഞ് കടയിൽ നടക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റാഹത്തായിരുന്നു, നല്ല റാഹത്ത്, നല്ല ഫുഡൊക്കെ അടിച്ച് റാഹത്തായിട്ട് മിനിങ്ങി വന്നിരിക്കുക, ഷവായൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നിരിക്കുക. ഫുഡ് കഴിച്ചത് മാത്രം, വേറെ വല്ല കാര്യമുണ്ടോ? ഒരു പിക്നിക്ക്, ഒരു ടൂറ് പോയിട്ട് വന്നു ഹാജിയാര്. ഹാജി എന്നുള്ള പേരും കിട്ടി, ഒരു ഫായിദയില്ല. ഹജ്ജ് അങ്ങനെ സ്വീകരിക്കുക, അതാണ് മനസ്സിലാക്കേണ്ടത്. പോയിട്ട് തിരിച്ചു വന്നിട്ട് അമല് കൊണ്ടാ തിരിയുക. ഹജ്ജ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഹാജിയാര് അതേ ഷിആറിൽ ഒരു ചെറിയ താടിയൊക്കെ വെച്ചിട്ട് നല്ല കറക്റ്റായി പള്ളിയിൽ വരിക, നിസ്കരിക്കുക ഒക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ.